നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. ഇന്നിപ്പോൾ പുതിയ വാർത്തകൾ, റിപ്പോർട്ടുകൾ 2024 ശശിധരൻ കർത്ത എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകിയൊരു മൊഴി പുറത്തു വന്നിരിക്കുന്നു. ഏറെ അപകടകരമാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ഒരു സ്ഥിതി. മകൾ വീണ തൈക്കണ്ടിക്ക് നമ്മൾ നേരത്തെ കിട്ടിയിരുന്ന എക്സാലോജിക് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. ഇപ്പോഴിതാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു സ്വകാര്യ കമ്പനി കൂടി വീണ വിജയനുണ്ട് എന്ന സംശയമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ആ അക്കൗണ്ടിൽ നിന്നാണ് 15 ലക്ഷത്തിലധികം രൂപ വീണയുടേതായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരിക്കുന്നത്. മറ്റു ചില കമ്പനികൾ കൂടി വീണയ്ക്കുണ്ടോ എന്ന സംശയം ഒരു വശത്ത്. മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ. അപ്പോൾ പല പേരുകളിൽ വീണ വിജയൻ നിരവധി കമ്പനികൾ നടത്തിയിരുന്നു എന്ന സംശയം ബലപ്പെടുന്ന ഒരു വശത്ത്. മറുവശത്ത് ശശിധരൻ കർത്തയുടെ ഏറ്റവും ഗുരുതരമായ മൊഴി, CMRLന് എക്സാലോജിക് ഒരുവിധ സേവനവും നൽകിയിട്ടില്ല. തനിക്ക് പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും പേരിലാണ് മകൾ വീണ വിജയനും വീണ വിജയൻ്റെ കമ്പനിക്കും 2,78,00,000 രൂപ തങ്ങൾ കൈമാറിയത്. വീണയ്ക്കൊരു മാസം 5 ലക്ഷം രൂപയും കമ്പനിക്ക് 3 ലക്ഷം രൂപയും എന്ന ക്രമത്തിൽ പണം കൈമാറിയെന്ന് ശശിധരൻ കർത്ത സമ്മതിക്കുന്ന ഒരു മൊഴിഭാഗമുണ്ട്. അതിലപ്പുറം ശശിധരൻ കർത്തയുടെ ഭാര്യ, കുടുംബാംഗങ്ങളൊക്കെ നൽകിയ മൊഴിയിൽ പിണറായി വിജയനും കർത്തയും തമ്മിലുള്ള വ്യക്തിബന്ധം എടുത്തു പറയുന്നു. ചുരുക്കത്തിലൊരു വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ശശിധരൻ കർത്ത സഹായിച്ചതാണോ വീണ വിജയനെ? വളരെ ഗുരുതരമായ തലത്തിലേക്ക് കേസ് കടക്കും, പിണറായി വിജയൻ പ്രതിയേർക്കപ്പെടും എന്നൊക്കെയാണ് പുറമേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? സോമന, നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴി നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം 2023 6 മാസമാണ് ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിന്യായം പുറത്തേക്ക് വരുന്നത്. ആ വിധിന്യായത്തിലാണ് നമ്മൾ ആദ്യം ഈ 1,72,00,000 കണക്ക് നമ്മൾക്ക്, അതാണ് പിന്നീട് 2,78,00,000 പോയത്. ആ 1,78,00,000 എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ആ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് 2019 മറ്റോ ഇൻകം ടാക്സ് അവിടെ CMRL റെയ്ഡ് നടത്തിയ സമയത്ത് അവർക്ക് ചില രേഖകൾ കിട്ടി. ആ രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് 2017 മുതൽ 2021 വരെ മറ്റാണെന്ന് തോന്നുന്നു ഈ 5 ലക്ഷം 3 ലക്ഷം കൂടെ ചേർത്ത് 8 ലക്ഷം രൂപ വെച്ച് 1,72,00,000 രൂപ വീണ വിജയൻ എന്ന് പറയുന്ന എക്സാലോജിക് എന്നുള്ള കമ്പനി നടത്തിയിരുന്ന ഈ വനിതയ്ക്ക് കൊടുത്തതായി കാണുന്നത്. അന്ന് തന്നെ അവർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതിന് സേവനമൊന്നും ചെയ്യാതെയാണ് ഈ പണം കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട പല മൊഴികളുമൊക്കെ ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ അവർ ചില സൂചനകൾ കൊടുത്തിരുന്നു. 2 സൂചന റിപ്പോർട്ടിലുണ്ടായിരുന്നു, നമ്മളൊന്ന് ഓർക്കണം. അത് ഒന്നെന്ന് പറയുന്നത്, ഈ വനിതയുടെ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ചുമതലയിൽ ഇരിക്കുന്ന വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് എന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലെങ്കിലും പൊളിറ്റിക്കൽ ലീഡറാണെന്ന്. 2, മാസപ്പടി മേടിച്ചവരുടെ ലിസ്റ്റിൽ PV ഇതും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം. അതിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ വരെ എത്തി നിൽക്കുന്നു. ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയത്താണ് ഇന്ന് പൊടുന്നനെ ഈ വാർത്ത വന്നിരിക്കുന്നത്. എന്താണ്? വീണ വിജയൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് ശേഷം സ്വത്ത് കണ്ടുകെട്ടാൻ തീരുമാനിച്ചു. സ്വത്ത് കണ്ടുകെട്ടണമെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയുടെ മുമ്പിൽ സ്വത്ത് കണ്ടുകെട്ടുന്നത് സംബന്ധിച്ച് കാര്യകാരണ സഹിതം ഈ അന്വേഷണ ഏജൻസി വിവരങ്ങൾ സമർപ്പിക്കണം. അതിന്മേൽ ഒരു വാദപ്രതിവാദം നടക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വത്ത് കണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, ഈ AC മൊയ്തീൻ എന്ന് പറഞ്ഞ ആളുടെ 40 ലക്ഷം രൂപ സ്വത്ത് കണ്ടുകെട്ടി. അപ്പം ആ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്മേൽ വീണ വിജയൻ്റെ കൂടെ വാദം കേട്ടിട്ടാണ് അത് കണ്ടുകെട്ടണോ വേണ്ടയോ എന്നുള്ള തീരുമാനം. എന്തോ 15 ലക്ഷമെന്നോ ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോയ്മൻ പറഞ്ഞത് എന്താണ്? 2 കാര്യങ്ങളാണ് സോയ്മൻ പറഞ്ഞത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്താണ്? വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മകൾക്ക് പണം കൊടുത്തത് എന്ന് കരിമണൽ കമ്പനിയുടെ ഉടമയും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുമായിട്ടുള്ള ശശിധരൻ കർത്ത 2024 ജൂൺ 17 EDക്ക് മൊഴി കൊടുത്തിരിക്കുന്നു. അതാണ് ഒന്നാമത്.
രണ്ടാമത്തെ കാര്യം, വീണയ്ക്ക് ഒരു പുതിയ കമ്പനിയുണ്ട് എന്ന് ബോധ്യമായിരിക്കുന്നു. പല കമ്പനികളും ഉണ്ടോ എന്നുള്ള സംശയം വന്നിരിക്കുന്നു. ഇത് രണ്ടുമാണ് പ്രധാനമായി ഇപ്പോൾ വന്നിട്ടുള്ള വിഷയം. ഇതിൽ ആദ്യത്തെ ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്വയംനെ ഉറപ്പിച്ച് പറഞ്ഞോളൂ, വിജയന് എന്നാണ് EDയുടെ സമൻസ് വരാൻ പോകുന്നത് എന്നുള്ളത് ആ ദിവസത്തിന് വേണ്ടി മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. വിജയനെ സമൻസ് കൊടുത്ത് വിളിപ്പിച്ച് അവർ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വിജയന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ചോദ്യം ചെയ്യലാണ് വിജയൻ വിധേയനാവാൻ പോകുന്നത്. ആദ്യം ലാവ്ലിൻ കേസിൽ CBIയുടെ ചെന്നൈ യൂണിറ്റിൽ പോയി എന്ന് ഒരു ചോദ്യം, ഇപ്പോൾ രണ്ടാമത്. അപ്പോൾ ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ള വിഷയങ്ങൾ എന്താ? ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ CPMൻ്റെയും വീണയുടെയും ഇതുവരെയുള്ള വാദം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട്. പണം ബാങ്ക് അക്കൗണ്ടിൽ കൂടെ നടന്നു, പണത്തിന് GST വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വേറെ. പക്ഷെ അവർക്ക് പ്രതിരോധിക്കാനൊരു പോയിന്റ് ഇതിലുണ്ട്. വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിൽ മകളെ ഒന്ന് സഹായിച്ചു. ഞാനതിലേക്ക് വരാം. അപ്പോൾ ഇതായിരുന്നു CPMൻ്റെയും വീണയുടെയും വാദം. ആ വാദത്തിനോടൊപ്പം തന്നെ അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉന്നയിച്ച വാദം എന്താ? അതായത് മെയ് 27-ാം തീയതി വിജയൻ്റെയും മകളുടെയും ഇവിടുത്തെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട്ടിൽ റെയ്ഡ് നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താ? വീണയുമായിട്ടുണ്ടെങ്കിൽ വീണ അത് കൈകാര്യം ചെയ്തോട്ടെ, പക്ഷെ വിജയനെ ഇതിനകത്ത് പങ്കാളിയാക്കാൻ നോക്കിയാൽ പാർട്ടി പ്രതിരോധം ഞങ്ങൾ ഇറങ്ങും. ഇതാണ് വൺ ആഫ്റ്റർ ദി അതർ എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ മൊഴിയിലേക്ക് നമുക്ക് വരാം. എന്താണ് ശശിധരൻ കർത്ത പറഞ്ഞിരിക്കുന്നത്? ശശിധരൻ കർത്ത പറഞ്ഞിരിക്കുന്നത് ഒരു സേവനവും ഇവർ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ സേവനം നൽകിയിട്ടാണെന്നും അതിനുള്ള പണമാണ് ഇവർ മേടിച്ചതെന്നും അത് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടാണ് മേടിച്ചതെന്നും അതിന് GST കൊടുത്തിട്ടുണ്ടെന്നുള്ള വാദം തീർന്നു. കാരണം കരിമണൽ കമ്പനിയുടെ ഉടമ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മൊഴി കൊടുത്തിരിക്കുന്നു, ഒരു സേവനം കൊടുത്തിട്ടില്ല എന്ന്. അതുകൊണ്ട് ആ വാദം അവിടെ തീർന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് മകൾ സേവനമൊന്നും നൽകിയിട്ടില്ല, പക്ഷെ മകൾക്ക് പണം കൊടുത്തത് അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അച്ഛനുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടാവാൻ പ്രശ്നമൊന്നുമില്ല. അച്ഛനുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, അച്ഛനെ വരാൻ, കാണാം, പോകാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് മകൾക്ക് 2,78,00,000 രൂപ കൊടുത്തിരിക്കുന്നു. ആ കൊടുത്തത് അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണെന്ന് മാത്രം പറയാൻ കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് കാൽ പൈസയുടെ സേവനവും കൊടുത്തിട്ടില്ല, അതും പറയുന്നു. അത് വീണ വിജയനും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ വേറെ തെളിവുകളൊന്നും നൽകാൻ കഴിഞ്ഞില്ല. അത് പിന്നെ SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ അന്ന് തന്നെ അവരുടെ മൊഴിയിൽ അവർ പറയുന്നുണ്ട്. ഈ എന്താണ് രേഖയെന്ന് ചോദിച്ചപ്പോൾ കൈരേഖയെന്ന് കാണിച്ചതെന്ന് പറഞ്ഞതുപോലെ ഒരു രേഖയില്ല. അപ്പോൾ എന്താണ് രേഖയൊന്നും ഇല്ലായിരുന്നു ചോദിച്ചപ്പോൾ അന്നെന്താ പറഞ്ഞെന്നറിയോ? അത് ഞങ്ങൾ പേഴ്സൺ ടു പേഴ്സൺ ആണ്, ഞങ്ങൾ ഓൺലൈനിലാണ് ഞങ്ങൾ ചർച്ച നടത്തിയത്. അവസാനം ചോദിച്ചു എന്തെങ്കിലും രേഖയുണ്ടോ? ഞാൻ പേഴ്സണൽ അഡ്വൈസ് കൊടുത്തു എന്നുള്ള ഒരു ഒറ്റ മൊഴിയുള്ളൂ. ഉള്ളൂ. അവസാനം ചോദിച്ചു എന്തെങ്കിലും ഒരു കടലാസെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെല്ലാം കമ്പനിയെല്ലാം പൂട്ടിപ്പോയി, ആ കമ്പ്യൂട്ടറിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായി മകൾക്ക് 2,78,00,000 രൂപ കൊടുത്തു. അപ്പം ഒരു കച്ചവടക്കാരൻ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് മകൾക്ക് തന്നെയാണ് പൈസ കൊടുക്കുന്നത്. അതും നിരന്തരം ഒരു 6-7 വർഷം തുടർച്ചയായി 8 ലക്ഷം രൂപ വെച്ച് ഒരു സേവനവും ഇല്ലാതെ. സ്വാഭാവികമായും അത് ഒരു ക്വിഡ് പ്രോ എന്നാണ് ഈ നിയമഭാഷയിൽ പറയുന്നത്. അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞാൽ സോയ്മോന് ഞാൻ എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ സോയ്മോൻ എനിക്ക് അതിന് പകരമായിട്ട്, അതിനാണ് ഈ ക്വിഡ് പ്രോക്കൊന്ന്, അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. ഈ ശശിധരൻ കർത്തയെ പോലുള്ളൊരു വ്യക്തി വളരെ പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരുടെ ഉപദേശമില്ലാതെ ഒരു മൊഴിയൊന്നും നൽകില്ല. അപ്പോൾ ഇങ്ങനൊരു മൊഴി നൽകണമെങ്കിൽ അതിൻ്റെ പിന്നിലും ചില കണക്കൂട്ടലുകൾ ഉണ്ടാവില്ലേ? അല്ല, അതിപ്പം എന്തടിസ്ഥാനത്തിലാണെന്ന് നൽകിയത് എന്നുള്ളത് നമുക്കറിയില്ല. നിർബന്ധിതനായി ഇത്തരം ഒരു മൊഴി നൽകിയതാവാം. അല്ല എന്ന് പറഞ്ഞാൽ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം അത് നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതിനകത്തൂടെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഒന്ന്, ഈ CPMൻ്റെ വാദങ്ങൾ മുഴുവൻ ഇതിലൂടെ പൊളിഞ്ഞു. മകളാണ്, മകൾ നോക്കിക്കോളും, അച്ഛൻ ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല, അച്ഛനെ വന്നാൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന വാദം പൊളിഞ്ഞു. കാരണം
അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന്റെ മേലാണ് മകൾക്ക് പണം കൊടുത്തതെന്ന് കേസിലെ 1ാം പ്രതി തന്നെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആ മൊഴി അന്വേഷണ ഏജൻസി ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു മൊഴിയാണ്, ഇതൊരു വാമൊഴിയല്ല. അല്ല, ഇഡിയുടെ അന്വേഷണം കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷെ അതിലപ്പുറം ഇതൊരു അഴിമതി പണമാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് മറ്റേ ഏജൻസികൾ. അല്ല, അത് ഇനി വന്നുകൂടായില്ല. കാരണം ഇതിനകത്ത് കള്ളപ്പണത്തിന്റെ ഘടകം കൂടി കിടപ്പുണ്ട്. എവിടെയാണ് കള്ളപ്പണത്തിന്റെ ഘടകം കിടക്കുന്നത്? അത് 2ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴാണ്. വീണ വിജയന് ഷെൽ കമ്പനികളുണ്ട്. ആ ഷെൽ കമ്പനികളിലേക്ക് പണം പോയിരിക്കുന്നു. വീണ വിജയന് പല ഷെൽ കമ്പനികളും വിദേശത്തുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഹവാലയും ഈ കള്ളപ്പണവും ഈ റിവേഴ്സ് ഹവാലയും പോലുള്ള കാര്യങ്ങളും സാധനങ്ങളും വരുന്നത്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് അഴിമതിയുടെ ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് നാളെ CBI വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPM-ന്റെ വാദം പൊളിഞ്ഞു. അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന് മകൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ CPM-ന് ഇനിയിപ്പം പിണറായിക്കിനകത്ത് പങ്കില്ലെന്നും പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. പക്ഷേ ED പിണറായിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ CPM-ന് കഴിയുമോ? അല്ല, സ്വയം ഇതിനകത്തുള്ള പ്രശ്നം കയ്യും കെട്ടിയിട്ടല്ല. അവര് ഈ 3 കുരങ്ങന്മാരിരിക്കുന്ന പോലെ ചെവിയും അടച്ച് മൂക്കും അടച്ച് മുഖം അടച്ച് വായും അടച്ചിരിക്കും. എന്താ കാരണം? വന്ന് ഞാൻ പറഞ്ഞ ഇതിനകത്തൊക്കെ ഉള്ളൊരു വലിയൊരു ഒരു 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 മനുഷ്യാവകാശ പ്രശ്നം എന്താണെന്നറിയും. IP ബിനു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു മനുഷ്യൻ CPM തല്ലാൻ പറഞ്ഞാൽ കൊല്ലുക. അവൻ തലസ്ഥാനം പിറപ്പിച്ച് നടന്ന പാർട്ടിയാണ്. തല്ലാൻ പറഞ്ഞാൽ കൊല്ലുന്നവനാണ് അവൻ. 50 ദിവസക്കാലമായി സോയ്മോനെ ജയിലിലാണ്. അവൻ്റെ കാലൊക്കെ കണ്ട് പഴുത്തു തുടങ്ങി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അവന് ഈ ജയിലിലേക്ക് പോകുമ്പോഴത്തേക്കും ഡയബറ്റിക്സ്, ഷുഗർ ഉണ്ടായിരുന്നവൻ ഇപ്പോൾ ഇൻസുലിൻ എടുക്കുകയാണ്. അവൻ്റെ കാല് ചീഞ്ഞു തുടങ്ങി. സ്ട്രെസ്സിന്റെ അപ്പോൾ എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഈ വിജയൻ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ എത്ര ഹീനവും നികൃഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുക. 50 ദിവസം ജൂൺ 1 ജയിലിൽ പോയവനാ. പക്ഷേ കേൾക്കണം സ്വയം, ഞാൻ പറഞ്ഞു, ജൂൺ 1 ജയിലിൽ പോയവനാ. ഇന്നിപ്പോൾ ജൂലൈ 25, 26 ഈ 1.5 മാസത്തിനിടയിൽ ഈ വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഈ IP ബിനുവിനെ ആ ജയിലിലെത്തി ഒന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. സ്വയം അല്ല, കേസ് കൂടുതൽ കടുക്കും അങ്ങനെ വന്നാൽ. എന്തിന്? കാരണം അവർക്ക് അനർഹമായ ആനുകൂല്യം കിട്ടാൻ CPM ശ്രമിക്കുന്നു. അത് എങ്ങനെ വരും സ്വയം? ഞാൻ ചെയ്തു. ഇപ്പം MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ബാക്കി നേതാക്കന്മാരൊക്കെ പോയിട്ടാണ് ഞാൻ അറിയുന്നത്. ഇയാളുടെ വീടിന് മുന്നിൽ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാൻ പറഞ്ഞു. അങ്ങോട്ട് ഒന്നും നോക്കാതെ വന്നവനാണ് IP ബിനു. IP ബിനുവിൻ്റെ കൂടെ 15 പേര് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഇടയ്ക്കൊന്ന് പോയെന്നു. അപ്പോൾ CPM-ന്റെ ആ വാദം പൊളിഞ്ഞു. ഇനി ഒറ്റ കാര്യം ഇതിനകത്ത് സംഭവിക്കാനുള്ളൂ. ഈ മൊഴി ഉൾപ്പെടെ ഉള്ള റിപ്പോർട്ട് അവർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിലും കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊഴി ആധികാരികമായി അവർ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിജയനെ ചോദ്യം ചെയ്യലാണോ? ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയന് ഇനി എന്ന് സമൻസ് വരും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഉൾപ്പെടും 100%. അതിനൊന്നും ഇനി ആരും സംശയവുമില്ല. അതിനിപ്പം അത് നടക്കുമ്പോൾ ഇതുപോലുള്ള സമരവും കാര്യങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ എവിടെയെങ്കിലും ദൂരെ മാറിയെന്ന് 10 മുദ്രാവാക്യം വിളിച്ചിട്ട് ചിലപ്പോൾ പോയി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയേണ്ടി വരുമല്ലോ. അല്ല സോയ്മോനെ, ഞാൻ അതൊന്നും കാണുന്നില്ല സോയ്മോനെ. അതൊക്കെ സാധാരണഗതിയിൽ സോയ്മോനൊന്ന് ആലോചിച്ച് നോക്ക്. സോയ്മോൻ ഇപ്പം എന്താ പറഞ്ഞത്? സോയ്മോൻ പറഞ്ഞത് പ്രതിപട്ടികയിൽ വന്നാൽ പ്രതിപക്ഷ. സോയ്മോന് 2007 മുതൽ 2011 വരെ ലാവലിംഗ് പ്രതിപട്ടിക. അത് ആലോചിച്ച് നോക്കണം. അതായത് ഇതിപ്പോൾ ഒരു മാസപ്പടി കേസ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായിരുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG. ആ CAG പറഞ്ഞെന്താണ്? 375 കോടി രൂപ ഇവിടെ ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞ ലാവ്ലിൻ കേസിൽ 4 വർഷം പ്രതിസ്ഥാനത്തിരുന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് പിണറായി വിജയൻ. അത് പാർട്ടിയുടെ അവിടെയാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ചെറിയൊരു ഒരു കുരുക്കാണ്. കാരണം ഞാനത് വിശദീകരിച്ചു തരാം. സ്വയം പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മ വരും. അന്ന് എന്തുകൊണ്ടാണ് രാജിവെക്കാത്തതെന്ന് പ്രകാശ് കാരാട്ടോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് പാർട്ടിയുടെ സ്ഥാനമാണ്. പാർലമെന്ററി സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ രാജിവെച്ചേനെ. അപ്പോൾ ഇപ്പോൾ പാർലമെന്ററി സ്ഥാനത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് രാജി ആവശ്യം ഉയരും. പക്ഷേ വിജയൻ രാജിവെക്കും എന്ന് എനിക്ക് തോന്നി. വിജയനെ കൊണ്ട് രാജിവെപ്പിക്കാൻ നട്ടലുള്ള പാർട്ടിയൊന്നും അല്ല ഇത്.
അല്ലെങ്കിൽ ആരും തർക്കമില്ല. വിജയൻ രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല, പാർട്ടി ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയോ, വിജയനെ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് തള്ളിയതാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ചവിറ്റുകൊട്ടയിൽ നിന്ന് എടുത്തിട്ടാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. വേറെ ആരും ഇല്ല. അല്ല, അതിപ്പോൾ അവരുടെ കാര്യം, അതാ പാർട്ടിയുടെ ഗതികേട്. മനസ്സിലായില്ലേ? വിജയനെ പോലെ ഒരു വയോധികനും രോഗാതുരനായിട്ടുള്ള ഒരാളെ ഉള്ളൂ എന്നുള്ളത് ആ പാർട്ടിയുടെ ഗതികേട്. പക്ഷെ അത് കഴിഞ്ഞ് വല്ലാത്തൊരു വീഴ്ചയായി പോയി ഒന്നൊന്നായി നമ്മളിപ്പോൾ കാണുന്ന ഈ സംഭവങ്ങൾ. ഇപ്പോൾ എം.ആർ. അജിത് കുമാർ തെറിക്കുന്നു. അന്ന് പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഒരു വിധത്തിൽ പണ്ടാരടങ്ങുന്നു. ഒടുവിൽ പിണറായി വിജയന് ഇതൊരു ചരിത്രത്തിന്റെ വിധി വിപരീതമാണോ? അല്ല, സ്വയം സംഭവം ഇത്രയേ ഉള്ളൂ. നേരം ഇരുട്ടിയാൽ വെളുക്കും എന്ന് മാത്രമേ ഉള്ളൂ. നേരം ഇരുട്ടിയ നേരം അങ്ങ് നിരന്തരം ഇരുട്ടി പോകുമെന്ന് വിജയം വിചാരിച്ചു. പക്ഷെ നേരെ ഇരട്ടിയെ വെളുത്തല്ലേ പറ്റുള്ളൂ. സ്വയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ പടി ഇറങ്ങി. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചൂരൽമലയിലെ അവിടെ കണ്ട് വയനാട് കണ്ടപ്പോഴത്തേക്കും മുണ്ട് മടക്കി കുത്തുമ്പോൾ ഞാൻ പറയുന്നൊരു വിഷമം, കാലൊക്കെ പഴുത്തിരിക്കുകയാണ്. മുണ്ട് മടക്കി കുത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. കാരണം പ്രായം, മനസ്സിലായില്ലേ? ആ പ്രായമുള്ള കാലൊക്കെ പഴുത്തിരിക്കുന്ന മനുഷ്യൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ 10, 15, 20, 25 പടി ഇറങ്ങി വലിഞ്ഞ് നടന്നു പോവുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാ. അതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർ ട്രോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നേരം ഇരുട്ടിയാൽ വെളുക്കും എന്ന് പിണറായി വിജയൻ ഇപ്പം മനസ്സിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞ വിജയന് മാത്രമല്ല, വിജയന്റെ പാർട്ടിയുടെ അവസ്ഥ എന്താ സ്വയമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പാർട്ടി 102 സീറ്റിൽ നിന്ന് 64 സീറ്റിൽ നിന്ന് 29 സീറ്റിലേക്ക് വന്നിട്ടും ആ പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവായി ഞാൻ തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോവിന്ദനെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഇത് രക്ഷപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് ഈ അന്വേഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് തെറ്റിതിരുത്തം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ സ്വയമാണ്, അവരെന്താ ചെയ്തത്? ജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു മനുഷ്യനെ ചവറ്റുകുട്ടയിൽ നിന്നെടുത്ത് പ്രതിപക്ഷ നേതാവാക്കിയവന്മാരാണ് ഇപ്പോൾ തെറ്റിതിരുത്തലിനെ കുറിച്ച് പറയുന്നത്. ഇന്നലെ ഗോവിന്ദൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. ഗോവിന്ദൻ മാറുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചർച്ച. അതുകൊണ്ട് ഗോവിന്ദൻ എൻ്റെ മറുപടി എന്താണെന്നറിയാമോ? ഞങ്ങൾ മാറും. ഞങ്ങൾ മാറും എന്ന് പറഞ്ഞാൽ ഞാൻ മാറുമെന്നല്ല, എൻ്റെ കാഴ്ചപ്പാട് മാറുമെന്ന്. മനസ്സിലായില്ലേ? ഞങ്ങളിൽ എല്ലാവരിലും മാറ്റങ്ങൾ വരും. അല്ല, പ്രയോജനത്തിന് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടുള്ള തെറ്റുതിരുത്തലുകൾ നമ്മൾ പരിശോധിച്ചാൽ തെറ്റിയവന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഇതുവരെ നടന്ന തെറ്റുതിരുത്തൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10-15 വർഷം മുമ്പൊക്കെ തെറ്റുതിരുത്തൽ നടന്നിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ നമ്മളിങ്ങനെ CPM-നെ തുടരെ വിമർശിക്കുമ്പോൾ മറുവശത്ത് UDF അധികാരത്തില്ല, അവർക്ക് എതിരെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ ഒരു തിരുത്തൽ ശക്തിയുമായി ഇവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം വേണ്ടേ? അല്ല സ്വയംഭവനം, ഞാൻ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം തീർന്നു. ഈ CPM-ന്റെ ഒരു സംഘടനാ രീതി എന്ന് പറഞ്ഞാൽ തെറ്റുതിരുത്തിയാൽ പുറത്തു പോകുന്നതാണ്. ഒരുപാട് പേരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഘവന്റെ കാലം മുതൽ നയവിധ്യാനം ഉണ്ടായി തെറ്റുതിരുത്തിയവർ പുറത്തു. നമ്മുടെ സുധാകരൻ എല്ലാവരും തെറ്റിയവനെല്ലാം പുറത്തു. ഇവിടെ ഗോവിന്ദൻ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് തെറ്റി, ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റി. പക്ഷെ തെറ്റിയ ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റും. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തെറ്റി, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റി ഞങ്ങൾ തന്നെ തുടരും, തിരിച്ചു വരും. അല്ല, തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളത് ഇതിപ്പം നിലനിന്നാലേ തിരിച്ചു വരുള്ളൂ തോന്നുന്നു ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് സംഭവിക്കാൻ പോണത്, ഇവരാരും മാറാൻ പോകുന്നില്ല. ഈ സ്ഥാനത്ത് നിന്ന് ഇവരാരും മാറാൻ പോകുന്നില്ല. പിണറായി വിജയൻ മാറണം എന്നുള്ള മുറവിളി വരുമ്പോൾ എന്ത് പറയും? എ പത്മകുമാറിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? കുറ്റപത്രം വരട്ടെ എന്നാ പറഞ്ഞത്. എ പത്മകുമാർ 1.5 മാസം ജയിലിൽ കിടന്നിട്ട് പോലും ആ പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അപ്പോൾ പത്മകുമാറിന്റെ കാര്യം പറഞ്ഞതിനെ പിണറായി വിജയന് തുടരാം, എന്നെ പ്രതിയാക്കിയിട്ടേ ഉള്ളൂ. അത് ഞാൻ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി മാത്രമാണ്, ഞാൻ അക്യൂസ്ഡ് മാത്രമാണ്. അത് സംബന്ധിച്ച് അതിൻ്റെ കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം ഞങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് പിണറായി വിജയന് കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം പുറത്താക്കാമെന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ. അത് സസ്പെൻഡ് ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത്, പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥ എന്താ സ്വയംമോനെ? 1.5 മാസം ജയിലിൽ കിടന്നു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചു, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു, സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. വിജിലൻസ് കോടതി പറഞ്ഞ ഈ ഹൊറൻഡസ് ക്രൈം, ഈ ക്രൂരമായിട്ടുള്ള ഈ കുറ്റത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവനാണ് പത്മകുമാറെന്ന് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞിട്ടും അയാളെ ഇപ്പോഴും സസ്പെൻഷനിൽ മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട്
പിന്നെ അത് എപ്പോഴാണ് നിർത്തിയത്? മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അതുകൊണ്ട് ഇത് തന്നെ പിന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിലും പറയാം. എന്ന് മാത്രമല്ല, ഇ ഡിക്കെതിരെ സമരം നടത്താം. ഇ ഡി മനസ്സിലായില്ലേ, ഇ ഡി പീഡിപ്പിക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് 102 സീറ്റിൽ തോറ്റിട്ടും അയാളെ ചവച്ചോട്ടേന്നെടുത്ത് പ്രതിപക്ഷ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അയാൾ പ്രതിയായി കഴിഞ്ഞാലും ആ പ്രതിസ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് വ്യക്തം. എന്തായാലും സോയ്മൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് തിരുത്തൽ ശക്തി ആകാനെന്ന് തന്നെയല്ല, ഇത് ഏതാണ്ട് ചത്തു മലച്ച പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സോയ്മനൊന്ന് ആലോചിച്ച് നോക്ക്. 2 മാസം കഴിഞ്ഞു സോയ്മനെ, ഇപ്പോഴും നടക്കുന്ന ചർച്ച എന്താ? തോൽവിയുടെ കാരണം. തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞാൽ 3 കാരണമാണ് പറയുന്നത്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റി. എവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നു? ആകെ 3-4 സ്ഥലത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റിയുള്ളൂ. വേണേൽ പയ്യന്നൂർ തെറ്റിയെന്ന് പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കളിപ്പുറമ്പിൽ തെറ്റിയെന്ന് പറയാം, വേണേൽ അമ്പലപ്പുഴത്ത് പറ്റി. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികളല്ലായിരുന്നു. എന്താണ് പിണറായി വിജയനും കൂട്ടരും പറഞ്ഞിട്ടുള്ളത്? ഒരു 10-25 MLA-മാരുണ്ട്. എന്ത് സുനാമി അടിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കും, കാരണം അവർ ജനകീയ MLA-മാരാണ്. സോയ്മൻ വരെ ആ വാദം എന്നോട് അന്ന് ഉന്നയിച്ചിരുന്നു. എല്ലാവരും കൂട്ടിപ്പോയി. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തെറ്റല്ല എന്നുള്ളത് ഒന്ന്. 2, ചില നേതാക്കന്മാരുടെ ധാർഷ്ട്യം. അസംബന്ധമല്ലേ സോയ്മനെ ഞാൻ ചോദിക്കുന്നു? ആ ധാർഷ്ട്യം 2026 തെരഞ്ഞെടുപ്പിൽ പൊട്ടിയും കുളച്ചു വന്നതാണോ ധാർഷ്ട്യം? പിണറായി വിജയൻ്റെ ശരീരത്തിൽ തല മുതൽ നഖം വരെ ധാർഷ്ട്യം ആണെന്നുള്ളത് നമുക്ക് എത്ര വർഷം മുമ്പ് പോലെ അറിയാം സോയ്മനെ? 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ജയിക്കുമ്പോൾ പിണറായി വിജയന് ധാർഷ്ട്യം ഇല്ലായിരുന്നു? 21 ധാർഷ്ട്യം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ധാർഷ്ട്യമാണെന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? പിന്നെ മൂന്നാമത്തെ എന്താ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനെ എതിർത്തതിൽ ശക്തി പോരാ. നമ്മൾ എന്തൊരു അസംബന്ധമാണ് ഈ വാദങ്ങൾ എന്നൊക്കെ ഞാൻ പറയുന്നത്. ഈ പാർട്ടി കഴിഞ്ഞ 10-15-20 വർഷക്കാലമായി അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ പ്രധാനം. ജനങ്ങൾ വെറുത്തു. ആ വെറുപ്പിന്റെ അടിസ്ഥാനത്തിലല്ലേ എടുത്ത് ദൂരെ കളഞ്ഞത്. അപ്പൊ ആ സത്യമായ യാഥാർത്ഥ്യം ഇപ്പോഴും ബോധ്യപ്പെടാതെ അവിടെ കുറച്ച് പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റി, കുറച്ച് ധാർഷ്ട്യമായി, കുറച്ച് പ്രസ്താവനകൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ തെറ്റ് തിരുത്തണം എന്ന് പറയുന്ന MA ബേബി ഉണ്ടല്ലോ, ബേബി ആണല്ലോ ഇപ്പോൾ തെറ്റ് തിരുത്തലിനെ കുറിച്ച്. ഈ MA ബേബി അല്ലേ ഈ ത്രിപുരയിലും ബംഗാളിലെയും തകർച്ചയ്ക്ക് കാർമ്മികത്വം സംഭവിച്ചത്? ത്രിപുരയിലും ബംഗാളിലും ഈ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബേബി ഇല്ലായിരുന്നു പോളിറ്റ് ബ്യൂറോയിലും. ബേബി എന്ത് പറഞ്ഞു? ഈ 3 കുരങ്ങന്മാരെ പോലെ ഇരിക്കുകയായിരുന്നു ബേബി. എന്നിട്ട് 2, ഇനി കേരളത്തിലെ കാര്യം സോമനെടുക്കൂ. ബേബി എന്നാണ് ദേശീയ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്തത്? 2025 പിന്നെ ഏപ്രിലോ മറ്റോ അല്ലേ മധുര പാർട്ടി കോൺഗ്രസ് ബേബി. അപ്പം പാർട്ടിയെ രക്ഷിക്കാൻ ബേബിക്ക് 1 വർഷം ഉണ്ടായിരുന്നല്ലോ. അല്ല, പിണറായി നിയന്ത്രിക്കാനുള്ള ആർജവമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. പിണറായി അപ്പോൾ ഈ പാർട്ടി ഇപ്പം തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞ ബേബി ഈ പാർട്ടിയുടെ തെറ്റ് തിരുത്തിക്കാൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പാർട്ടിക്ക് ദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 5 വർഷക്കാലവും അല്ലെ 10 വർഷക്കാലവും പിണറായി വിജയൻ്റെ ചിറകിനടിയിൽ നിന്ന് പിണറായി വിജയൻ്റെ എല്ലാ തെറ്റുകൾക്കും ഓശാന പാടിക്കൊണ്ടിരുന്ന MA ബേബിക്ക് എങ്ങനെയാണ് ഈ പാർട്ടി രക്ഷപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് ഗതികേട് നിൻ്റെ പേരോ പിന്നെ CPM എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്നത്. ഇത് ചത്ത് തീർന്ന പാർട്ടിയാണ്. പിണറായി വിജയൻ നാളെ പ്രതിയായി കഴിഞ്ഞാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തന്നെ തുടരും. അതുകൊണ്ട് ഇതേതാണ്ട് കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്താണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? ഇനി എന്തെങ്കിലും ഒരു ബദൽ പ്ലാറ്റ്ഫോം വരുമോ ഇല്ലേ? ആ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.